പ്രചരണത്തിലടക്കം വന്നിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ പരിശോധിച്ച് പോരായ്മയുള്ള സ്ഥലത്ത് നികത്തി അങ്ങനെയാണൊരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരുന്നില്ല. അതിന് പല പല സാഹചര്യങ്ങളുണ്ട്. ആ കുറവുകൾ പരിഹരിച്ച് അവസാനം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി നടത്തിയത്. പ്രവർത്തിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ പല കോളുകളിലും തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ വന്നിരുന്നല്ലോ. അങ്ങയുടെ ശ്രദ്ധയിൽ വന്ന കാര്യമാണത്. അല്ല, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും റൂമർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ കയറി പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരെങ്കിലുമൊക്കെ പറയും അവർ പ്രവർത്തിച്ചില്ല, ഇവർ പ്രവർത്തിച്ചില്ല, മറ്റവരങ്ങോട്ട് പ്രവർത്തിച്ചു എന്നൊക്കെ സാധാരണ എല്ലാ ഇലക്ഷനിലും ജയിക്കുമ്പോഴും പറയാറുണ്ട്, തോറ്റപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നമുക്കൊരു തെളിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പോയാൽ എങ്ങനെ ശരിയാകും? വ്യക്തമായ തെളിവുണ്ടാകുകയാണെങ്കിൽ അത് പാർട്ടിക്ക് സമർപ്പിച്ചിട്ട് പരിശോധിക്കും പാർട്ടി. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് തെളിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറല്ല. വ്യക്തിപരമായി താങ്കൾക്കെതിരെ ഒരു വോട്ടർമാർ നിലപാടെടുത്ത് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സന്ദർഭത്തിൽ പോലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങൾ പോലും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അതിനെന്താ പ്രതികരണം വേണ്ടത്, പ്രതികരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പോലും ചോദിക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വലിയ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF പല മണ്ഡലങ്ങളും ജയിച്ചിരിക്കുന്നത്. ഈ KC വേണുഗോപാലിനെ പോലുള്ള അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു അഖിലേന്ത്യാ നേതാവുമായിട്ടാണ് ഇവിടെ മത്സരിച്ചത്. അദ്ദേഹം തന്നെ ചെറിയ ആളായല്ല. നമ്മളത് ഒരിക്കലും ആ സന്ദർഭം ചെറുതായി കണ്ടിട്ടുമില്ല. കാര്യം 13.5 വർഷക്കാലം ആലപ്പുഴ MLA ആയിട്ടിരുന്ന ആളാണ്. 10 വർഷക്കാലം അദ്ദേഹം MP ആയിരുന്നു. അതിൽ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഈ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് കൂടി ഉള്ള മണ്ഡലത്തിലാണ് ഈ മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്താൽ അത്ര കണ്ട് ആകാതെ, ഇപ്പോൾ എറണാകുളമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ, അല്ലെ കൊല്ലം, ഈ മണ്ഡലത്തോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കൊല്ലവും എറണാകുളവും എടുത്താൽ അവിടെയൊക്കെ 2 ലക്ഷവും 1.5 ലക്ഷത്തിൻ്റെ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ അത്രയും വലിയൊരു മത്സരം ഇവിടെ നടന്നിട്ടും അത് ഉണ്ടാവാതെ നോക്കിയില്ല ഡിഫറൻസിൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി ആലപ്പുഴ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റിടങ്ങളിൽ BJP നേടിയ വോട്ടിനേക്കാൾ വലിയൊരു ലീഡ്, അവർക്ക് വലിയൊരു വോട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞു. ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതെ, ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വർഗീയ ശക്തികൾ വോട്ട് പിടിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായി പരിശോധിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കുറിച്ചിപ്പോൾ പൊടുന്നനവേ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ പറ്റത്തില്ല. അതേ സംബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മുനിസിപ്പൽ അതിർത്തിയിലുമുള്ള വിശദമായ വോട്ട് വെച്ച് കഴിഞ്ഞ തവണത്തെ കണക്ക് ഇത്തവണത്തെ കണക്കെല്ലാം വെച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം. ഗുണം ചെയ്തെന്ന് തോന്നുന്നുണ്ടോ SNDP ഫാക്ടർ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതിനെ സംബന്ധിച്ച് മേഖലകളിൽ വലിയ നേട്ടം ഉണ്ട് BJPക്ക്. അല്ല, അത് സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു പ്രചരണം വലിയ തോതിൽ ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടോ, അതൊക്കെ തന്നെയാണോ പ്രതിഫലിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിം കേന്ദ്രങ്ങളിലെ വോട്ടുകളെല്ലാം വരേണ്ടതല്ലേ? അപ്പോൾ എല്ലാം വന്ന് അങ്ങനെയും പറയാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ ആ വോട്ടുകൾ അങ്ങോട്ട് കേന്ദ്രീകരിച്ചോ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചോ എന്നൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല. പരിശോധിച്ചാലേ പറയാൻ പറ്റത്തില്ല.